ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ പെർഗമോസിലെ സഭയ്ക്കുള്ള ദൂത് പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമുക്ക് തുയതൈര സഭയിലെ ദൂത് പഠിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കും. തുയതൈര ഏഷ്യ മൈനറിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പെർഗമോസിൽ നിന്നും 70 കിലോമീറ്ററോളം കിഴക്ക് മാറി ഹെർമസ്, ഈസ്റ്റർ എന്നീ നദികളുടെ സമതല പ്രദേശത്ത് ഒരു താഴ്വരയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമാണ് തുയതൈര. തലസ്ഥാന നഗരമായ പെർഗമോസ്, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു വലിയ വാണിജ്യ വ്യവസായ കേന്ദ്രമായിരുന്നു ഈ പട്ടണം. കമ്പിളി, പരവതാനി, പുറംകുപ്പായങ്ങൾ ഇവ നിർമ്മിക്കുന്ന തൊഴിലാളികൾ, തൊഴിൽ പണിക്കാർ, കുശവന്മാർ, കൊല്ലന്മാർ, ചെമ്പ് പണിക്കാർ, ആശാരിമാർ, തട്ടാന്മാർ, വസ്ത്രത്തിന് നിറം പിടിപ്പിക്കുന്ന തൊഴിൽക്കാർ, ഇങ്ങനെ എല്ലാവിധ തൊഴിലുകളും ചെയ്യുന്ന അനേകം തൊഴിലാളികൾ ഈ പട്ടണത്തിൽ താമസിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ തുയതൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന സ്ത്രീയെ നാം കാണുന്നുണ്ട്. അനേക തൊഴിൽ ദേവന്മാരും അവരുടെ ക്ഷേത്രങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അനേക തൊഴിൽ സംഘടനകൾ ഇവിടെ നിലവിലിരുന്നു. ഈ സംഘടനകളിൽ അംഗത്വം നിലനിൽക്കണമെങ്കിൽ അതാത് തൊഴിൽ ദേവന്മാരെ ആരാധിക്കണമായിരുന്നു. അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുത്ത് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുക, മറ്റ് കാമകേളികളിൽ പങ്കുകൊള്ളുക, ഇതൊക്കെ അവിടെ നിർബന്ധമായിരുന്നു. ചില വിശ്വാസികൾ ഇതിൽ ചേർന്ന് പോകുമായിരുന്നു. സാത്താൻ്റെ ആഴങ്ങളെ അറിഞ്ഞവർ എന്ന് കർത്താവ് പറയുന്നത് ഇവരെക്കുറിച്ചാണ്. നമുക്ക് ദൂതിലേക്ക് കടക്കാം. 18 മുതലുള്ള വാക്യങ്ങൾ. 18-ാം വാക്യം. തുയതൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക. അഗ്നിയാലിക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. തുയതൈര സഭയുടെ ശുശ്രൂഷകനാണ് കർത്താവ് ഈ ദൂത് നൽകിയിരിക്കുന്നത്. കർത്താവ് തന്നെ വിശേഷിപ്പിക്കുന്നത് അഗ്നിയാലിക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ എന്നാണ്. 1-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ തേജസ്കരിക്കപ്പെട്ട അവൻ്റെ രൂപത്തിൽ നമ്മളിത് കണ്ടു. അഗ്നിയാലിക്കൊത്ത അവൻ്റെ കണ്ണ് ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും അറിയുന്നതിനുള്ള അവൻ്റെ കഴിവിനെയും, വെള്ളോട്ടിന് സദൃശമായ അവൻ്റെ കാലുകൾ സകല ശത്രുക്കളെയും ചവിട്ടിക്കളയുവാനുള്ള അവൻ്റെ ശക്തിയെയുമാണ് കാണിക്കുന്നതെന്ന് അന്ന് നമ്മൾ മനസ്സിലാക്കി. 19-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനും ഏറെയെന്നും അറിയുന്നു. സഭയുടെ നല്ല ഗുണങ്ങൾ എടുത്തു പറഞ്ഞ് കർത്താവ് സഭയെ പ്രശംസിക്കുകയാണ്. പ്രവൃത്തി, സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത, ഇങ്ങനെ അനേകം നല്ല ഗുണങ്ങൾ സഭയ്ക്കുണ്ടെന്ന് കർത്താവ് കാണുന്നു. കർത്താവ് എടുത്തു പറയുന്ന അതിശ്രേഷ്ഠമായ മറ്റൊരു ഗുണം സഭയുടെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയാണെന്നുള്ളതാണ്. എഫേസ്യസിലെ സഭ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെങ്കിൽ തുയതൈരയിലെ സഭ അവരുടെ സൽപ്രവൃത്തികളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 20-ാം വാക്യം. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാതിരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. സഭയുടെ അതീവ ഗുരുതരമായ ഒരു കുറ്റം കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. സ്വയം പ്രവാചകി ചമഞ്ഞ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്ന വ്യാജേന പോഷ്ക പറഞ്ഞ് സഭയെ തെറ്റിച്ചു കളയുന്ന ഒരു സ്ത്രീയെ സഭയിൽ അനുവദിച്ചിരിക്കുന്നു. ദുർനടപ്പുകാരിയായ ഇവൾ വിഗ്രഹാരാധികരായ ജാതികളുമായുള്ള കൂട്ടുകെട്ടിലും അവരുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളിലും പങ്കുചേർന്ന് നടക്കുമ്പോൾ തന്നെ സഭയിലെ സജീവ സാന്നിധ്യവുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും തൊഴിൽ ചെയ്യണമെങ്കിൽ അതാത് തൊഴിൽ സംരക്ഷകരായ ദേവീദേവന്മാരെ ആരാധിക്കണമെന്നും അവരുടെ ആരാധനകളിലും ആഘോഷങ്ങളിലും പങ്കുകൊള്ളണമെന്നും നിർബന്ധം ഉണ്ടായിരുന്നതിനാൽ വിശ്വാസികൾക്ക്
സ്വാതന്ത്ര്യത്തോടെ ഏതെങ്കിലും തൊഴിലുകൾ ചെയ്ത് ജീവിക്കുവാൻ ഇത് ആവശ്യമാണെന്ന് കൂട്ടുവിശ്വാസികൾ ഉപദേശിക്കുകയും അതിനുവേണ്ടി അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവൾ. ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്നാണ് കർത്താവ് ഇവളെക്കുറിച്ച് പറയുന്നത്. വിഗ്രഹാരാധനയുടെയും അധാർമികതയുടെയും മൂർത്തിമത്പാവുമായ ഇസബേൽ എന്ന ഒരു സ്ത്രീയെ പഴയ നിമിത്തം നമുക്ക് കാണാം. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ ഭാര്യയും ശീദോന്യ രാജാവായ എത്ബാലിൻ്റെ മകളുമായ ഇസബേൽ ഭർത്താവായ രാജാവിനെ വശീകരിച്ച് അവളുടെ ഇംഗിതപ്രകാരം ബാലിൻ്റെ ആരാധന രാജ്യത്തെല്ലായിടത്തും അവൾ നടപ്പാക്കിച്ചു. ആഹാബ് രാജാവ് ശീദോന്യ രാജാവിൻ്റെ മകളായ ഇസബേലിനെ ഭാര്യയായി സ്വീകരിച്ചതിന് ശേഷം ഇസ്രായേലിൽ ചെയ്തത് നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാർ 16:31 മുതൽ 33 വരെ വാക്യങ്ങൾ. നെബാത്തിന്റെ മകനായ യൊരോബയാമിന്റെ പാപങ്ങൾ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ എത്ബാലിന്റെ മകളായ ഇശബാലിനെ ഭാര്യയായി പരിഹരിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമരിയയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിനൊരു ബലിപീഠം ഉണ്ടാക്കി. ആഹാബ് ഒരു അശേര പ്രതീക്ഷയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. ആഹാബിന്റെ ഈ പ്രവൃത്തി തൻ്റെ ഭാര്യയായ ഇസബേലിന് വലിയ അംഗീകാരവും ശക്തിയുമായി തീർന്നു. ഇസ്രായേൽ മക്കൾ വിഗ്രഹാരാധനയിലും അതിൻ്റെ ഭാഗമായ കാമക്കേടികളിലും മുഴുകി ജീവിക്കുവാൻ ഇസബാൽ അവരെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യഹോവയുടെ പ്രവാചകന്മാരെ തെരഞ്ഞുപിടിച്ച് അവൾ കൊല്ലിച്ചു. മാത്രമല്ല ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും 400 അശേര പ്രവാചകന്മാരെയും പോറ്റിപ്പുലർത്തി പോരുകയും ചെയ്തു. ഇവിടെ ഒരു പ്രതീകമാണ്, ദുർനടപ്പിൻ്റെയും വിഗ്രഹാരാധനയുടെയും പ്രതീകം. ഇവൾക്ക് സമാനിയായ ഒരു സ്ത്രീയെയാണ് തുയതീര സഭയിൽ അവിടുത്തെ ശുശ്രൂഷൻ അനുവദിച്ചിരിക്കുന്നത്. താൻ പ്രവാചക എന്ന് പറഞ്ഞ് വിഗ്രഹാർപ്പിതം തിന്മാനും ദുർനടപ്പ് ആചരിക്കുവാനും വിശുദ്ധന്മാരെ ഉപദേശിച്ച് തെറ്റിച്ച് കളയുകയാണ് അവൾ. ഇരുതോണിയിൽ യാത്ര ചെയ്യുന്ന അവൾ പറയുന്നത് താൻ ദൈവശബ്ദം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവളാണെന്നാണ്. ഒരു തൊഴിലും ചെയ്യാൻ കഴിയാതെ കുടുംബം പുലർത്താൻ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ പലരും അവളുടെ ഉപദേശം സ്വീകരിച്ച് തെറ്റിപ്പോകുവാൻ ഇടയായി തീർന്നു. 21 വാക്യം. അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. അവളുടെ ഈ വഴിവിട്ട ജീവിതം തുടങ്ങിയിട്ട് വളരെ നാളുകളായതാണ്. മാനസാന്തരപ്പെടുവാൻ ഇതുവരെ അവൾക്ക് സമയം കൊടുത്തു. എന്നാൽ അവിടെ നിന്ന് കൂട്ടാക്കുന്നേ. 22 വാക്യം. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലുമാക്കി കളയും. മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തിട്ടും മാനസാന്തരപ്പെടാൻ കൂട്ടാക്കാത്ത അവളെ അവളുടെ കിടപ്പിൽ തന്നെ ശിക്ഷിക്കുമെന്ന് കർത്താവ് അവളെ താക്കീത് ചെയ്യുന്നു. അതുപോലെ അവളുമായി വ്യഭിചരിച്ചവരെ അവളുടെ വഴിയിൽ നിന്നും തിരിഞ്ഞ് മാനസാന്തരത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അവരെയും വലിയ കഷ്ടതയിലാക്കുമെന്ന് കർത്താവ് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. 23 വാക്യം. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും പകരം ചെയ്യും. അവളുടെ മക്കളെയും കൊന്നുകളയും. പഴയ നിയമത്തിലെ ഇസബേലിൻ്റെ മക്കളെയെല്ലാം യേഹൂ രാജാവ് മുഖാന്തരം കൊന്നുകളഞ്ഞ സംഭവം 2 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അതുപോലെ ഇവളുടെ മക്കളെയും കൊന്നുകളയുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. ദുർനടപ്പുകാരിയായ ഇവളുടെ മക്കൾ ആരായിരിക്കും? സ്വന്തം ഭർത്താവിൽ നിന്ന് ജനിച്ച മക്കളുണ്ടാകും, വ്യഭിചാരത്തിൽ ജനിച്ച മക്കളുണ്ടാകും, അതുപോലെ ഇവൾ ഉപദേശത്താൽ ജനിപ്പിച്ച മക്കളും ഉണ്ടാകും. ഇവരെല്ലാം കൊന്നുകളയുമെന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ ഇവൾക്ക് നൽകുന്ന ന്യായവിധിയിലൂടെ കർത്താവ് ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും അറിയുന്നവനെന്ന് എല്ലാ സഭകളും അറിയുവാൻ ഇടയാകും.
ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. അഗ്നിയാലെ കൊത്ത കണ്ണുള്ള കർത്താവ് ഓരോരുത്തരുടെയും ഹൃദയങ്ങളെയും അവരുടെ പ്രവൃത്തികളെയും അറിയുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ലഭിക്കും. ഹെബ്രായർ 4:13 ഇങ്ങനെ വായിക്കുന്നു: അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാവുന്നു നമുക്ക് കാര്യം. 24 വാക്യം: എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തീയരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. പെർഗമോസിലെ സഭയിൽ ബിലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരുന്നവർ ഉണ്ടായിരുന്നതുപോലെ തുയത്തൈര സഭയിൽ ഇസബേലിൻ്റെ ഉപദേശം പിടിച്ചിരുന്ന കുറേ പേർ ഉണ്ടായിരുന്നു. അവർ സാത്താൻ്റെ ആഴങ്ങളെ അറിഞ്ഞവരായിരുന്നു. അവർ ദുർനടപ്പാചരിക്കുകയും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുകയും ചെയ്യുന്നത് സാത്താൻ്റെ ആഴങ്ങൾ അറിയുവാനും അറിഞ്ഞ് അവനെ പരാജയപ്പെടുത്തുവാനുമാണെന്ന് അവർ സഭയിൽ ന്യായീകരിച്ചു കാണും. എന്നാൽ തുയത്തൈര സഭയിൽ കുറച്ചുപേർ ഇവരുടെ ഉപദേശം കൈക്കൊള്ളാതെ വിശ്വാസത്തിലും സത്യവചനത്തിലും നിലനിന്നവരായിരുന്നു സാത്താൻ്റെ ആഴങ്ങളെ അറിയാത്തവർ. ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിഞ്ഞവർ. ദൈവത്തിൻ്റെ ആഴങ്ങൾ 1 കൊരിന്ത്യർ 2:9-10 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ വീണ്ടും ജനിച്ച ദൈവമക്കളാണ് ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരാഞ്ഞറിയുന്നവർ. അങ്ങനെ കുറേ പേർ തുയത്തൈര സഭയിലും ഉണ്ടായിരുന്നു. അവരോട് കർത്താവ് പറയുകയാണ്, വേറൊരു ഭാരം നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല എന്ന്. കർത്താവ് പറയുന്ന ഭാരം എന്താണെന്ന് മനസ്സിലാക്കുവാൻ അപ്പോസ്തല പ്രവൃത്തി 5-ാം 28 വാക്യം നമുക്ക് വായിക്കാം. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടി ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന പരിശുദ്ധാത്മാവിലും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ജാതികളിൽ നിന്നും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്നവർക്ക് അവർ ആചരിച്ചു പോരുവാനുള്ള ചില കൽപ്പനകൾ അപ്പോസ്തലന്മാർ നൽകുന്നതാണ് നാം ഇവിടെ കാണുന്നത്. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടി ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്ന എന്നല്ലാതെ കൂടുതലൊന്നും വർജിക്കുവാൻ അവരോട് ആവശ്യപ്പെടുന്നില്ല. അതുപോലെ തുയത്തൈരയിലെ സഭയിൽ നിലവിലിരിക്കുന്ന നിയമങ്ങളോ കൽപ്പനകളോ അല്ലാതെ കൂടുതലൊന്നും നൽകുന്നില്ലെന്നാണ് കർത്താവ് പറയുന്നത്. 25 വാക്യം: എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. പുതിയ കൽപ്പനകളൊന്നും കർത്താവ് അവർക്ക് നൽകുന്നില്ലെങ്കിലും അവർക്കുള്ളത് തൻ്റെ വരവ് വരികയും കാത്തുകൊള്ളണമെന്ന് കർത്താവ് അവരോട് കൽപ്പിക്കുന്നു. അവർക്കുള്ളത് എന്താണെന്ന് 19 വാക്യത്തിൽ നാം കണ്ടു. പ്രവൃത്തി, സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത ഇവയൊക്കെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ദൈവമക്കൾ പിടിച്ചുകൊള്ളേണ്ടുന്ന ചില കാര്യങ്ങൾ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സത്യസുവിശേഷം. 1 കൊരിന്ത്യർ 15:2 വാക്യം. രണ്ടാമത്തേത് ആദ്യ വിശ്വാസം, ഹെബ്രായർ 3:14. മൂന്നാമത്തേത് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യവചനം, തീത്തോസ് 1:9. നാലാമത്തേത് അപ്പോസ്തലന്മാർ ഉപദേശിച്ച പ്രമാണങ്ങൾ, 2 തെസ്സലോനിക്കർ 2:15. അഞ്ചാമത്തേത് പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും, എബ്രായർ 3:6. ആറാമത്തേത് പ്രത്യാശയുടെ സ്വീകാരം, എബ്രായർ 10:23. ഏഴാമത്തേത് നമ്മുടെ സ്വീകാര്യം, എബ്രായർ 4:14. 26 വാക്യം നമുക്ക് നോക്കാം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയിക്കുക, കർത്താവ് കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുക, രണ്ടും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ജയിക്കുന്നവൻ കർത്താവ് കൽപ്പിച്ച പ്രവൃത്തികൾ അവസാനത്തോളം ചെയ്തവനായിരിക്കും. അതുപോലെ
കർത്താവ് കൽപ്പിച്ച പ്രവൃത്തികൾ അവസാനത്തോളം ചെയ്തവൻ ജയിച്ചവനായിരിക്കും. എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയിക്കുന്നവന്, അല്ലെങ്കിൽ കർത്താവ് കൽപ്പിച്ച പ്രവൃത്തികൾ അവസാനത്തോളം ചെയ്തവന് പിതാവ് തനിക്ക് നൽകിയതുപോലെ ജാതികളുടെ മേൽ അധികാരം നൽകുമെന്ന് കർത്താവ് സഭയ്ക്ക് വാഗ്ദത്തം നൽകുന്നു. പിതാവ് പുത്രന് ഈ അധികാരം നൽകിയത് എപ്പോഴാണ്? സങ്കീർത്തൻ 2:6-9 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനുള്ള ഉത്തരമുണ്ട്. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. 1-ാം അധ്യായം നാം പഠിച്ചപ്പോൾ നമ്മുടെ കർത്താവ് ലോകത്തെയും മരണത്തെയും ജയിച്ച് ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിൽ എത്തിയപ്പോൾ അവനെ രാജാവും പുരോഹിതനുമായി സ്വർഗത്തിൽ വാഴിച്ചു എന്ന് പല വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം കണ്ടതാണ്. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നുവെന്ന ദാവീദിൻ്റെ പ്രവചനം അങ്ങനെ നിവൃത്തിയായി. അപ്പോൾ മുതൽ സകല ജാതികളുടെ മേലും പിതാവ് അവന് അധികാരം നൽകി. ജാതികൾ എന്നത് നാഷൻസ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിതാവ് പുത്രന് നൽകിയ അധികാരം ജയിക്കുന്നവന് നൽകുമെന്നാണ് കർത്താവ് വാഗ്ദത്തം നൽകുന്നത്. 27-ാം വാക്യം, അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിക്കും, അവർ കുശവൻ്റെ പാത്രം പോലെ നുറുങ്ങിപ്പോകും. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് വചനം പറയുന്നുണ്ടല്ലോ. 1 കൊരിന്ത്യർ 6:2. 28-ാം വാക്യം, ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. ജയിക്കുന്നവന് തന്നെ തന്നെ നൽകുമെന്ന് കർത്താവ് ഉറപ്പ് നൽകുകയാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമായ അനുഭവം മറ്റെന്താണുള്ളത്? 29-ാം വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാ സഭകൾക്കുമായി ആത്മാവ് നൽകുന്ന ഈ സന്ദേശം സ്വീകരിപ്പാൻ ഓരോരുത്തരെയും കർത്താവ് ക്ഷണിക്കുന്നു. ആത്മാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ത്വൈതൈര സഭയിലെ തെറ്റിപ്പോകാത്ത വിശ്വാസികളെ പോലെ പ്രവൃത്തിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ശുശ്രൂഷയിലും മേൽക്കുമേൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പഠനം ഇവിടെ നിർത്തുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ക്രൈസ്തലോ.